ഈ രാജ്യം കൊളോണിയൽ ശക്തികൾ അടിമപ്പെടുത്തുവാൻ വേണ്ടി, അധിനിവേശപ്പെടുത്തുവാൻ വേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ ആരാണ് സാമൂതിരിയുടെ സാമ്രാജ്യത്തിന് കാവലിരുന്നവരാരാണ്? അറബിക്കടലിന്റെ തീരത്ത് കാവലിരുന്ന മനുഷ്യനെ പറ. ബഹുമാന്യരായ പട്ടുമരക്കാരും കുട്ടിമരക്കാരും മുഹമ്മദ് കുഞ്ഞാലിയും കുഞ്ഞാലിമരക്കാരും ഉൾക്കൊള്ളുന്ന 4 തലമുറ കുഞ്ഞാലിമാരുടെ വീരേതിഹാസങ്ങൾ സൃഷ്ടിച്ച ഇന്ത്യയുടെ 100 കൊല്ലം അഭിമാനകരമായ അസ്തിത്വത്തിന്റെയും ചരിത്രത്തിന്റെയും കഥയാണത്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ ചമപ്പിച്ചുപോയ മുന്നോട്ട് പോയ ചോരയുടെ ചോപ്പ് കൊണ്ട് ചരിത്രത്തെ ജ്വലിപ്പിച്ചെടുത്ത മഹാരഥന്മാരുടെ പ്രപിതാക്കളുടെ കഥ പറയാനുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ത്യ കണ്ട മൊത്തം ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ 4-1 വന്നു നിന്നിരുന്നു. ഈ മലബാർ നമ്മൾ തിരിച്ചറിയണം. പാണ്ടിക്കാടും പൂക്കോട്ടൂരും മലപ്പുറവും കൊണ്ടോട്ടിയും ഉൾപ്പെടെ മലബാറിന്റെ വിവിധങ്ങളായ പ്രവിശ്യകളും പ്രദേശങ്ങളും നാൽക്കൂട്ട പരിപാടികളും മുന്നോട്ട് വെച്ച കഥകൾ എന്താണെന്നറിയണം. ഇന്ത്യ കണ്ട മൊത്തം ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ 4-1 ആരോടെതിരാണ് വന്നത്? നമ്മളെ ചവിട്ടിയരക്കാൻ, ബൂട്ട്സിട്ട കാലുകൾ കൊണ്ട് നമ്മളെ ചവിട്ടിയരക്കാൻ, ലവക്കുട്ടിയെയും കുഞ്ഞലവിയെയും വെടിവെച്ചു കൊല്ലാൻ. ഇന്ത്യയിൽ എവിടെയെങ്കിലും നടന്നോ ഇങ്ങനെ? ജാലിയൻ വാലാബാഗ് പോലും കാണാത്ത സമരമുറ കണ്ട നാടാണ് ഈ നാട്. ആരൊക്കെയാണ് ഇവിടെ വന്നത്? ലീസ്റ്റൺ റെജിമെന്റ്, ഫയനീർ റെജിമെന്റ്, ടാർസെ റെജിമെന്റ്, രജപുത്രരുടെ സേന, ലോക്കൽ പോലീസ്, ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ സകല നിരകളും, റാഡ് ക്ലിപ്പുണ്ട്, മേജർ ഹോപ്പുണ്ട്, കേണൽ ഹംഫ്രി, ഹിച്ച്കോക്ക്, ഇന്ത്യ കണ്ട പ്രഗത്ഭരായ ബ്രിട്ടീഷ് പട്ടാള ഓഫീസർമാര് മുഴുവനും നമ്മുടെ മലബാറിൽ തമ്പടിച്ചിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയണം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആണ്ടേക്കൊരിക്കൽ ഒരു ആഗസ്റ്റ് 15 അരുമയായി നുണയുന്ന മധുരമോ ഭാരതം എന്ന് കവി ചോദിക്കുന്നത് പോലെ സ്വാതന്ത്ര്യം ജാഗ്രതയാണ്, തിരിച്ചറിവാണ്, അവധിയില്ലാത്ത പോരാട്ടമാണ്. നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് നിവർന്നു നിൽക്കുവാൻ സാധിക്കണം. ചോരയുടെ ചോപ്പും കണ്ണീരിന്റെ ഉപ്പും വിയർപ്പിന്റെ അംശം കലർന്ന നിരവധി ജാജ്വലമായ പോരാട്ടങ്ങളുടെ കഥയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് പറയാനുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളറിയണം, ജനാധിപത്യത്തിന്റെ ബലക്ഷയമാണ്, മതേതരത്വത്തിന്റെ ബലക്ഷയമാണ് സംഘപരിവാറിന് ഇന്ത്യയിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചതെങ്കിൽ, നമ്മൾ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ ഈ ജനാധിപത്യത്തിന് വസന്തമുണ്ടായിരിക്കും, ഈ ജനകീയമായ ശക്തിക്ക് താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും, ഈ ജനായത്തമായ സംവിധാനങ്ങൾക്ക് ഐശ്വര്യമുണ്ടായിരിക്കും, ഈ ജനകീയമായ വിപ്ലവങ്ങൾക്ക് ചൈതന്യമുണ്ടായിരിക്കും. ലാങ്സ്റ്റൺ ഹ്യൂസിന്റെ വരികളിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ, ഇവിടെ സ്വാതന്ത്ര്യം എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല, ഇരുട്ടിൽ വെറുവെറുക്കുന്ന നീ ആരാണ്, നക്ഷത്രങ്ങൾക്ക് മേൽ മൂടുപടം വലിച്ചിരുന്ന നീ ആരാണ് എന്ന് ലാങ്സ്റ്റൺ ഹ്യൂസ് ചോദിച്ചതുപോലെ, നമ്മുടെ തെരുവുകളിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ദുർബലരോട്, ദലിതുകളോട്, ന്യൂനപക്ഷങ്ങളോട്, മർദ്ദിതരോട് നമുക്ക് ഐക്യം ചേർന്ന് നിൽക്കാൻ കഴിയുമെങ്കിൽ അതാണ് സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശമെന്ന് നമ്മൾ